അരിത്തമെറ്റിക് സീക്വൻസിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ ഫിഫ്ത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 38 ആൻഡ് ദ നയൻത്ത് ടേം ഈസ് 66. വാട്ട് ഈസ് 25th ടേം? ഒരു സീക്വൻസിൻ്റെ ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്, അത് 38 ആണ്. നയൻത്ത് ടേം തന്നിട്ടുണ്ട്, അത് 66 ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 25th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ടേം കണ്ടുപിടിക്കണമെങ്കിൽ കോമൺ ഡിഫറൻസ് അറിയണം അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങോട്ട് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് നമുക്ക് 66ഉം 38ഉം അറിയാം. 66 - 38 ഡിവൈഡഡ് ബൈ അതിൻ്റെ പൊസിഷൻ. 66ൻ്റെ പൊസിഷൻ 9 ആണ്, 38 5 ആണ്. 9 - 5 ദാറ്റ് ഈസ് 28/4 7 എന്ന് കിട്ടും. 7 ആണ് അവിടെ കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് 25th ടേം കണ്ടുപിടിക്കണം. അപ്പോൾ 25th ടേം കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 5th ടേം തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 38 ആണ്. അപ്പോൾ 5th ടേമിൻ്റെ കൂടെ 20 കോമൺ ഡിഫറൻസ് 20D ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 25th ടേം കിട്ടും. അപ്പോൾ x5 + 20D. x5 എന്ന് പറയുന്നത് 38 ആണ്, അതിൻ്റെ കൂടെ 20D, D7 എന്ന് നേരത്തെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 20 × 7 140. അപ്പോൾ 38 + 140 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 178 എന്ന് 25th ടേം കിട്ടും. ഇതേ കണക്ക് നമുക്ക് ഞാനിവിടെ 5th ടേമിൻ്റെ കൂടെയാണ് 20D ആഡ് ചെയ്ത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? x25 കണ്ടെത്താൻ എന്ത് ചെയ്യാം? ഇവിടെ x9 തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് x9ൻ്റെ കൂടെയും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? x9 + എത്ര D ആഡ് ചെയ്യണം? 16D ആഡ് ചെയ്യണം. x9ൻ്റെ കൂടെ 16D ആഡ് ചെയ്യുമ്പോഴാണല്ലോ 25th ടൈമിലേക്ക് എത്തുക. അപ്പോൾ x9ൻ്റെ വാല്യൂ 66 + 16 × 7 66 + 16 × 7 എന്ത് വരും? 112 അല്ലേ? ദെൻ 178 എന്ന് കിട്ടും. ഇങ്ങനെയും കണ്ടെത്താം. ഓക്കെ, താങ്ക് യു.